ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജൂസ് മെമ്മറീസ്. കുക്കിംഗ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പത്തിരി റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യമായിട്ട് കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കൊക്കെ ഇത് ഏറ്റവും ഉപകാരമായൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ പൊടിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് തരിച്ചെടുക്കണം. ഇതിൽ തരി കൂടുതലുണ്ടോ, വേറെ എന്തെങ്കിലും കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ആദ്യം തന്നെ തരിച്ച് വൃത്തിയാക്കണം. ഈ പാത്രത്തിന് ഒരു പാത്രം പൊടിയാണ് ഞാൻ പത്തിരി ചുടാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു പാത്രം പൊടി എന്ന അളവിലാണെങ്കിൽ 1.5 കപ്പ് വെള്ളം, അതായത് നമ്മൾ ഏത് പാത്രത്തിലാണോ പത്തിരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ ആ പാത്രത്തിൽ 1.5 പാത്രം വെള്ളം എടുക്കുക. ആദ്യം ആ പാത്രം മുഴുവനായിട്ട് വെള്ളം എടുക്കുക, പിന്നെ 1/2 കപ്പ് വെള്ളം കൂടി എടുക്കുക. അങ്ങനെ കേട്ടോ. അപ്പം ഞാനിതാ പത്തിരിപ്പൊടി വാട്ടാനായിട്ട് ഈ പാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടി കുറച്ച് കനമുള്ള പാത്രം എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മാവ് അടി പിടിക്കും. അതായത് മാവ് കരിയും, പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും. അപ്പോൾ അടി കുറച്ച് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലാവശ്യമായ വെള്ളം തിളപ്പിക്കുക. ഇതാ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ലേശം വെളിച്ചെണ്ണ, ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് ഉപ്പിട്ടാൽ തിളയ്ക്കുമ്പോൾ അത് ഒന്നായിട്ട് ആയിക്കോളും. വെളിച്ചെണ്ണ വെള്ളത്തിൽ ഒന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യമായിട്ട് പത്തിരി ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. അതായത് തീരെ പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കൂട്ടത്തിൽ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാ നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ച വെള്ളത്തേക്ക്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടി എല്ലാ ഭാഗവും ഇളക്കിയിട്ട് വെള്ളത്തിൽ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ പൊടി നന്നായിട്ട് വെന്ത് വരും. അതായത് ഇവിടെയൊക്കെ പൊടി വാട്ടിയെടുക്കുക എന്ന് പറയും കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. ഇങ്ങനെ കിട്ടിയതിൻ്റെ ശേഷം ഇത് നമ്മൾ ചൂടോടുകൂടി കുഴച്ച് പരത്തണം. ഇനി അഥവാ ഒരു ഇത്തിരി വെള്ളം കൂടുതലല്ല, ഒരു ലേശം വെള്ളമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഒന്ന് സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം പൊടി ഇളക്കി കൊടുത്താൽ മതി. അത് പാകമായിക്കോളും കേട്ടോ. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ അത് വലിച്ചെടുത്തോളും വെള്ളം. എന്നിട്ട് ഇതാ ചൂടോടുകൂടി നമ്മൾ കുഴച്ചെടുക്കുക. ചൂടാറി കഴിഞ്ഞാൽ കുഴച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മയം കിട്ടില്ല. അപ്പോൾ ആ ചൂടോടുകൂടി കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ നല്ല കുഴ വേണം പത്തിരിക്ക്. നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ നല്ല കുഴ വേണം. നല്ല ചൂടുണ്ടായിട്ടാണ് കേട്ടോ ഞാൻ കൈ ഇങ്ങനെ കുടയണത്. അതായത് ആ പൊടി ഇങ്ങനെ അമർത്തി കുഴയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൈമയ്ക്ക് ഒട്ടുമ്പോൾ നല്ല പൊള്ളലാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കൈ അങ്ങനെ കുടയണത്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വലിയൊരു തട്ടിക്ക് മാറ്റിയിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. കുറേശ്ശെ പൊടി എടുത്തിട്ട് വാട്ടിയ മാവ് എടുത്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത്രയ്ക്ക് ചൂട് ഉണ്ടാവില്ല, കൈ ഇങ്ങനെ പൊള്ളൂല. ഇനി മാവ് കുഴയ്ക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ലേശം വെളിച്ചെണ്ണ കയ്യിലാക്കി കൊടുത്താൽ മതി. പിന്നെ മാവ് കയ്യിൽ ഒട്ടൂല കേട്ടോ. അപ്പോൾ അതാ ഞാൻ മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബൗളുകളാക്കി വെക്കണം. ഇനി ഇത് നമുക്ക് ഓരോരോ ചെറിയ ഉണ്ട ആക്കി വെക്കാം. ഞാൻ ഉണ്ട എന്നാട്ടോ പറയൽ. എൻ്റെ സംസാരം നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഇത് ചെറിയ ഉണ്ടകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പത്തിരി ഉണ്ടാക്കുമ്പോൾ വാട്ടലും കുഴക്കലാണ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടാൻ ഏറ്റവും നല്ല മാർഗ്ഗം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് പത്തിരി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പൊടി ചേർത്തിട്ട് ചുട്ടെടുക്കണം. ഇപ്പം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇത് മൊത്തം പരത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ചട്ടി ചൂടാവാൻ കുറച്ച് മാവുള്ളെങ്കിൽ ചട്ടി ചൂടാവാൻ അടുപ്പത്ത് വയ്ക്കുക.
അടുപ്പത്തായാലും ഗ്യാസുമ്മലായാലും വെക്കുക. ഇത് പരത്തി കഴിയുമ്പോഴേക്കും ചട്ടി ചൂടായിട്ടുണ്ടാവും കേട്ടോ. കൂടുതലുണ്ടെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല. ഏകദേശം പരത്തി കഴിയാനാകുമ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് പൊടി ഇങ്ങനെ കയ്യുമ്മലായിട്ട് പരത്തുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ പത്തിരി എടുത്തിട്ട് പൊടിയിൽ മുക്കിയിട്ട് അവിടെ വെച്ചാൽ മതി കേട്ടോ. ലാസ്റ്റ് എല്ലാതും പരത്തി കഴിഞ്ഞിട്ട് പൊടി തട്ടിയിട്ട് പാത്രത്തേക്ക് ഇട്ടിട്ട് ചുട്ടെടുത്താൽ മതി. എന്നാൽ കയ്യുമ്മൽ ഇങ്ങനെ പൊടിയാവില്ല. ചിലർക്ക് ഇങ്ങനെ പൊടിയായോണ്ട് നിൽക്കുന്നത് ഇഷ്ടമുണ്ടാവില്ലല്ലോ. പത്തിരി ചെറിയ ചെറിയ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല വൃത്താകൃതിയിൽ ഉണ്ടാക്കി വെച്ചാൽ പത്തിരീൻ്റെ ഷേപ്പ് നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇത് അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടില്ല. കാരണം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ തന്നെയല്ലേ, എല്ലാവർക്കും ഇപ്പം തന്നെ തിന്നാനുള്ളതായതുകൊണ്ട് ഞാൻ അങ്ങനെ ഷേപ്പ് നോക്കിയിട്ടില്ല കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കുക. ചൂടായ പാനിലേക്ക് പത്തിരി ഇട്ട് കൊടുത്ത് പത്തിരിയുടെ ഒരു വശം ഇങ്ങനെ ഇതുപോലെ ആവി വരുമ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ആ ഭാഗം ആവി വരും. അപ്പോൾ അതൊന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ പത്തിരി പൊള്ളച്ച് വരും. അങ്ങനെയാണ് പത്തിരീൻ്റെ വേവ് നോക്കുക. നമ്മൾ പപ്പടം കാച്ചുമ്പോൾ അതുപോലെ പൂരി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ വീർത്ത് വരില്ല, അതുപോലെ പത്തിരി ഇങ്ങനെ ഉള്ളിൽ പൊള്ളട്ട് വരും. അപ്പോൾ പത്തിരി വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം കേട്ടോ. അതുപോലെ വരും. പിന്നെ ഇതിങ്ങനെ കൂടുതൽ സമയം വെക്കരുത്, അപ്പോൾ അത് കരിഞ്ഞു പോവും. ഞാൻ ചെറുതായിട്ടൊന്ന് വേറെ പണിക്ക് പോയപ്പോഴേക്കും ഇങ്ങനെ നിറം മാറി. അപ്പം നിങ്ങൾ ചുടുമ്പോൾ ഒപ്പം തന്നെ നിൽക്കണം കേട്ടോ. പിന്നെ ഇത് ചുട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ തുടച്ചെടുക്കണം, അല്ലെങ്കിൽ ആ പത്തിരീൻ്റെ പൊടി കരിഞ്ഞിട്ട് രണ്ടാം വട്ടം പത്തിരി ചുടുമ്പോൾ അതിലേക്ക് പിടിക്കും. അപ്പോൾ നമ്മുടെ പത്തിരി പെട്ടെന്ന് കരിയാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് പത്തിരി ഉണ്ടാക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാ അഭിപ്രായങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബായ്.